ഈ തൈ ശരിക്കും നനച്ച തൈയാണ്, കൂട് കൂടുന്നതായിരിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്കിതുണ്ട്, ഇങ്ങനെ പിടിച്ചാൽ ഇതിന് യാതൊരു പ്രശ്നമില്ല. നമ്മുടെ ഈ നഴ്സറി ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മാത്രം ഞാൻ, അവക്കടയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഈ നഴ്സറി ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മാത്രമേ ഞാൻ ഇവിടെ വിൽക്കുന്നുള്ളൂ. വേറെ സാധനം ഞാൻ വേറെ ഒരു നഴ്സറിയിൽ നിന്ന് എടുത്ത് വിൽക്കലില്ല. പിന്നെ ഏത് സമയത്തും ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുക. എൻ്റെ പേര് തങ്കച്ചൻ, നമ്മുടെ നഴ്സറി കാരിക്കാട്ട്. ഇത് കൊട്ടിയൂർ, കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരാണ് നമ്മുടെ സ്ഥലം. ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കാരിക്കാട്ട് നഴ്സറി എന്ന് പറയും. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 26 വർഷമായി. 2000 തുടങ്ങിയതാണ്, ഇപ്പോൾ 26 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. അപ്പം അന്ന് തൊട്ടുള്ള ഓരോ പരിചയമുണ്ട്. അന്ന് ആദ്യമേ റബ്ബർ നഴ്സറി ആയിരുന്നു, പിന്നെ അതേ തുടർന്ന് മറ്റ് റബ്ബറിൻ്റെ ഇടിവ് വന്നപ്പോഴത്തേനും മറ്റ് ഓരോ മേഖലകൾ വന്ന് ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കുരുമുളകാണ് ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ കൊട്ടിയൂർ പേപ്പറിൻ്റെ ഒരു നഴ്സറിയാണിത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒറ്റ വെറൈറ്റി മാത്രമേ നമ്മൾ തൈ കൊടുക്കുന്നുള്ളൂ. ഈ തൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തണ്ടുകെട്ടിയുണ്ട്. ഈ തയ്യെ പിടിച്ച് തന്നെ നമുക്ക് എടുക്കാം. നല്ല വേരുപിടുത്തമുള്ള തൈയാണിത്. ഇതുണ്ട്, നല്ല തണ്ടുകെട്ടിയുണ്ട്, വേരുപിടുത്തമുണ്ട്. ഈ അടിയിലും തൊട്ട് ഈ വേരുണ്ട്, ഇതുണ്ട്, അടിയിലുമുണ്ട്. അതുപോലെ നല്ല വേരുപിടുത്തം, നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൈ മരത്തെ പിടിച്ച് കയറുകയും കൊണ്ടുപോയവർക്കൊക്കെ നല്ല തൃപ്തിയോടുകൂടി അവർ എന്നോട് നല്ല അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തൈയുടെ പ്രത്യേകത ഇതാണ്. ഇത് വേറെ ഒരു നഴ്സറികളിലും കിട്ടുകയില്ല, ഒരിടത്തുമില്ല, നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്. ഈ തൈ ശരിക്കും നനച്ച തൈയാണ്, കൂട് കൂടുന്നതായിരിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്കിതുണ്ട്, ഇങ്ങനെ പിടിച്ചാൽ ഇതിന് യാതൊരു പ്രശ്നമില്ല. നല്ല ധൈര്യമായിട്ട് നമുക്ക് ഇത്രയും വേരുപിടുത്തം ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നത്. ഇത് മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് വളർന്ന് കയറുകയും അതുപോലെ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത വർഷം തൊട്ട് തന്നെ തിരിയിട്ട് കായ്ക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഈ മുട്ട എന്നുള്ള വേരുണ്ട്. ഈ മുട്ട എന്നുള്ള വേരാണ് ഇതിൻ്റെ ഈ മരത്തിലോട്ട് ശരിക്കും പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ചിലർക്ക് സംശയമുണ്ട്, ഇത് പോസ്റ്റേലാണോ അല്ലെങ്കിൽ PVC പൈപ്പിലാണോ ഇത് കൂടുതൽ പിടിക്കുന്നത്. ഇത് പോസ്റ്റേലും പിടിക്കും, PVC പൈപ്പിലും നന്നായിട്ട് പിടിക്കും. കാരണം ഇതിൻ്റെ അട്ടക്കാൽ നന്നായിട്ട് പിടിക്കും. ഈ വേര് പിടിച്ചിട്ടാണ് ശരിക്കും താഴോട്ട് ഇറങ്ങി മണ്ണിൽ പടരും. മണ്ണിൽ പടർന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ വളർച്ച കൂടും. ഈ വളർച്ച കൂടാനുള്ള കാരണം മെയിനായിട്ട് ഇതിൻ്റെ വേരാണ്. ഈ വേരെല്ലാം ഇത്ര നന്നായിട്ട് കരുത്തോടു കൂടി വളരും. ഇപ്പോൾ ഈ വർഷം നട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം തൊട്ട് ഇത് തിരിയിട്ട് മുളക് പറിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു കൂടിയാണ്.